നമസ്കാരം. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നായ സ്വീഡൻ തങ്ങളുടെ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്തിനാണെന്നോ, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുന്ന സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഇരട്ട പൗരത്വമുള്ള വ്യക്തികളുടെ പൗരത്വം ഒറ്റയടിക്ക് റദ്ദാക്കി അവരെ കഴുത്തിന് പിടിച്ച് നാടുകടത്താൻ. ഞങ്ങളുടെ ഈ സുന്ദരമായ രാജ്യം മറ്റൊരു ഇസ്ലാമാബാദിൻ്റെ പ്രാന്തപ്രദേശമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ശക്തമായ പ്രഖ്യാപനങ്ങളോടെയാണ് യൂറോപ്പ് ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ രാജ്യസുരക്ഷാ നിയമങ്ങളിലേക്ക് കടക്കുന്നത്. പരസ്യമായ വാങ്കുവിളികൾക്ക് കടുത്ത നിരോധനം ഏർപ്പെടുത്തിയ ഡെൻമാർക്കും കുടിയേറ്റക്കാർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ജർമ്മനിയും ഫ്രാൻസുമെല്ലാം ഇന്ന് ഇന്ത്യയിലെ BJP സർക്കാർ എടുത്ത ശക്തമായ ദേശീയ സുരക്ഷാ നിലപാടുകളിലേക്ക് ചുവടുവയ്ക്കുകയാണ്. ലിബറലുകളുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന യൂറോപ്പ് ഇന്ന് കടുത്ത വലതുപക്ഷ ദേശീയ നിലപാടുകളിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ്? വള്ളിപ്പുള്ളി വിടാതെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ളതും കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിലാണ് സ്വീഡന്റെ സ്ഥാനമുണ്ടായിരുന്നത്. ജനങ്ങൾ പരസ്പരം വിശ്വസിച്ച് ജീവിച്ചിരുന്ന, വീടുകളുടെ വാതിലുകൾ പോലും പൂട്ടാത്ത ഒരു കാലം സ്വീഡൻ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി അവിടുത്തെ ഇടതുപക്ഷ ലിബറൽ സർക്കാരുകൾ നടപ്പിലാക്കിയ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള ഉദാരമായ കുടിയേറ്റ നയങ്ങൾ ആ രാജ്യത്തെ ഒരു വലിയ ദുരന്ത ഭൂമിയാക്കി മാറ്റി. സിറിയയിൽ നിന്നും, ഇറാഖിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും യാതൊരുവിധ പശ്ചാത്തല പരിശോധനയും ഇല്ലാതെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് സ്വീഡൻ രാജ്യത്തേക്ക് സ്വീകരിച്ചത്. തങ്ങളുടെ സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, രാജ്യത്തിൻ്റെ നിയമങ്ങളെ ബഹുമാനിക്കാൻ തയ്യാറാകാത്ത ഒരു വലിയ ജനവിഭാഗം സ്വീഡനിലെ പ്രധാന നഗരങ്ങളിൽ താവളമുറപ്പിച്ചു. ഇന്ന് സ്വീഡനിലെ തെരുവുകൾ ഭരിക്കുന്നത് ക്രിമിനൽ സംഘങ്ങളാണ്. മയക്കുമരുന്ന് മാഫിയകളും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള തെരുവ് യുദ്ധങ്ങൾ സ്വീഡനിൽ നിത്യസംഭവമായി മാറി. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ, ഈ മാഫിയ തലവന്മാർ തങ്ങളുടെ അക്രമങ്ങൾക്കായി ഉപയോഗിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാരെയാണ്. കാരണം പ്രായപൂർത്തിയാവാത്തവർക്ക് സ്വീഡിഷ് നിയമപ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കില്ലെന്ന് ഇവർക്കറിയാം. മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക കാരണം ദിനം പ്രതിയാണ് സ്വീഡനിൽ വെടിവയ്പ്പുകളും ബോംബേറുകളും നടക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. സ്വന്തം വീടിൻ്റെ ജനലിലൂടെ വെടിയുണ്ടകൾ വരുന്ന സാഹചര്യം. പോലീസിനെ പോലും ആക്രമിക്കുന്ന നോ ഗോ സോണുകൾ സ്വീഡനിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഒരു പരമാധികാര രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഈ അവസ്ഥയാണ് സ്വീഡിഷ് രാഷ്ട്രീയത്തിൽ സിസ്റ്റം ഹോട്ടാൻഡെ എന്ന് വിളിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ മൊത്തം വ്യവസ്ഥിതിയെയും പൊതുക്രമത്തെയും തകിടം മറിക്കുന്ന കടുത്ത ഭീഷണി. തങ്ങൾ പോയ വഴി തെറ്റാണെന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം രാജ്യത്തെ നാശത്തിൻ്റെ വക്കിലെത്തിച്ചെന്നും സ്വീഡൻ ഒടുവിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റവാളികളെയും തീവ്രവാദികളെയും വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കടുത്ത നിയമനിർദ്ദേശവുമായി സ്വീഡിഷ് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. പുതിയ ഗവൺമെൻറ് ബില്ലിലൂടെ ഇരട്ട പൗരത്വമുള്ള വ്യക്തികളുടെ സ്വീഡിഷ് പൗരത്വം റദ്ദാക്കാനുള്ള അതിശക്തമായ വ്യവസ്ഥകളാണ് കൊണ്ടുവരുന്നത്. ഈ നിയമപ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ പൗരത്വം നിമിഷനേരം കൊണ്ട് റദ്ദാക്കപ്പെടും. ആഗോള ഭീകരവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുകയോ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയോ ചെയ്യുന്നവർ, സ്വീഡന്റെ സുരക്ഷാ രഹസ്യങ്ങൾ വിദേശ ശത്രുക്കൾക്ക് ചോർത്തി നൽകുകയോ രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുക, തെരുവ് യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്യാങ് ലീഡർമാർ, മയക്കുമരുന്ന് മാഫിയകൾ, കൗമാരക്കാരെ വെടിവയ്പ്പിനായി ഉപയോഗിക്കുന്ന കുറ്റവാളികൾ, രാജ്യത്തെ ക്ഷേമ പദ്ധതികളും ജനങ്ങളുടെ നികുതിപ്പണവും വ്യവസ്ഥാപിതമായി തട്ടിയെടുത്ത് കുറ്റകൃത്യങ്ങൾക്കായി വിനിയോഗിക്കുന്നവർ, വ്യാജരേഖകൾ ചമച്ചോ അധികാരികളെ ഭീഷണിപ്പെടുത്തിയോ വഞ്ചിച്ചോ സ്വീഡിഷ് പൗരത്വം കൈക്കലാക്കിയവർ. സ്വീഡന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കടുത്ത നടപടിയാണിത്. ജനാധിപത്യത്തിൻ്റെ പേരും പറഞ്ഞ് ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുന്ന രീതി ഇന്ന് സ്വീഡനിൽ നടപ്പില്ലെന്ന് അവിടുത്തെ ജസ്റ്റിസ് മിനിസ്റ്റർ ജുന്നാൻ സ്ട്രോമർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യത്തിൻ്റെ നിർണായക താൽപ്പര്യങ്ങളെ തൊട്ടുകളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. സ്വീഡൻ മാത്രമല്ല ഇന്ന് ഈ കടുത്ത വഴിയിലേക്ക് വന്നിരിക്കുന്നത്. യൂറോപ്പിലെമ്പാടും ഒരു വലിയ ദേശീയ ഉണർവ് ദൃശ്യമാകുന്നുണ്ട്. ലിബറൽ നയങ്ങൾ മാറ്റിമറിച്ച് രാജ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ തരംഗമാണ് യൂറോപ്പിൽ വീശിയടിക്കുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ പരസ്യമായ മതപ്രകടനങ്ങളും ബാങ്കുവിളികളും പൊതുസമൂഹത്തിൻ്റെ സമാധാനത്തിനും സംസ്കാരത്തിനും ഭംഗം വരുത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഡെൻമാർക്ക് ബാങ്കുവിളിക്ക് കടുത്ത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ മതപരമായ അധിനിവേശം അനുവദിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഡെൻമാർക്ക് നൽകുന്നത്. പൗരത്വം റദ്ദാക്കുന്ന കാര്യത്തിലും ഡെൻമാർക്ക് വളരെയധികം മുന്നിലാണ്. ഒരു കാലത്ത് അതിർത്തികൾ മുഴുവൻ തുറന്നിട്ട് കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്ത ജർമ്മനി ഇന്ന് കടുത്ത പ്രതിസന്ധിയിലുമാണ്. കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതോടെ ജർമ്മനിയും തങ്ങളുടെ നിലപാട് കടുപ്പിച്ചു. വ്യാജരേഖ ചമച്ചവർക്ക്, കടുത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും നൽകിയിട്ടുള്ള താമസാനുമതി റദ്ദാക്കാനുള്ള കടുത്ത നിയമ നടപടികൾ ജർമ്മനിയും പാസാക്കി കഴിഞ്ഞു. തീവ്രവാദ ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഫ്രാൻസും ബ്രിട്ടനും ഇന്ന് ഇരട്ട പൗരത്വമുള്ള ഭീകരവാദികളുടെ പൗരത്വം റദ്ദാക്കി അവരെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു
തിരിച്ചയക്കുന്ന തിരക്കിലാണ്. നെതർലാൻഡ്, ബെൽജിയം, ഓസ്ട്രിയ, ഫിൻലാൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളും പൗരത്വത്തെ രാജ്യസുരക്ഷയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിയമങ്ങൾ പരിഷ്കരിച്ചു കഴിഞ്ഞു. സ്വീഡനിൽ കൊണ്ടുവരുന്ന ഈ പുതിയ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ചില ഭരണഘടനാപരമായ കടമ്പകളുണ്ട്. ഇത് വെറുമൊരു സാധാരണ നിയമമല്ല, രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്വീഡിഷ് പാർലമെന്റിൽ ഇത് ആദ്യം ലളിതമായ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അതിനുശേഷം രാജ്യത്തൊരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കണം. അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് 2026 സെപ്റ്റംബർ 13 നിശ്ചയിച്ചിരിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പുതിയ പാർലമെന്റും ഈ നിയമത്തെ വോട്ട് ചെയ്ത് പാസ്സാക്കിയാൽ മാത്രമേ ഇതിന് നിയമസാധുത ലഭിക്കൂ. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. സാധാരണഗതിയിൽ ഇത്തരം കടുത്ത ദേശീയ സുരക്ഷാ നിയമങ്ങളെ അവിടുത്തെ ഇടതുപക്ഷ ലിബറൽ പാർട്ടികൾ എതിർക്കാറുള്ളതാണ്. എന്നാൽ സ്വീഡനിലെ അവസ്ഥ ഇപ്പോൾ അത്രയ്ക്ക് ദയനീയമാണ്. ജനങ്ങൾ ജീവനിൽ ഭയന്നാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തങ്ങളെ തൂത്തെറിയുമെന്ന് മനസ്സിലാക്കിയ പ്രധാന പ്രതിപക്ഷ പാർട്ടി പോലും ഇപ്പോൾ ഈ നിയമനിർമ്മാണത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തോറ്റാലും ഈ നിയമം നടപ്പിലാകും എന്നത് ഉറപ്പാണ്. 2027 ജനുവരി 1 ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതപ്പെടുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിയും പൗരത്വമില്ലാത്തവനായി മാറാൻ പാടില്ല. അതായത് ഒരു വ്യക്തിക്ക് ഒരു പൗരത്വം മാത്രമേ ഉള്ളൂവെങ്കിൽ അവന് എത്ര വലിയ കുറ്റം ചെയ്താലും ആ പൗരത്വം റദ്ദാക്കാൻ ഭരണകൂടത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വീഡന്റെ പുതിയ നിയമം ആരെയും പൗരത്വമില്ലാത്തവരാക്കില്ല. ഇത് ബാധകമാകുന്നത് ഇരട്ട പൗരത്വം അല്ലെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെ പൗരത്വം ഉള്ളവർക്ക് മാത്രമാണ്. ഇവിടെയാണ് മറ്റൊരു പ്രായോഗിക പ്രശ്നം വരുന്നത്. പൗരത്വം റദ്ദാക്കപ്പെടുന്ന ഒരു കുറ്റവാളിയെ അവൻ്റെ മാതൃരാജ്യത്തേക്ക് നാട് കടത്തണമെങ്കിൽ ആ രാജ്യം അവനെ സ്വീകരിക്കാൻ തയ്യാറാകണം. പലപ്പോഴും കുറ്റവാളികൾ തങ്ങളുടെ രണ്ടാമത്തെ പൗരത്വം റദ്ദാക്കാൻ സ്വന്തം മാതൃരാജ്യത്തോട് അപേക്ഷിക്കാറുണ്ട്. ചില സ്വേച്ഛാധിപത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ തിരികെ സ്വീകരിക്കാൻ തയ്യാറാകില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ നിയമം എങ്ങനെ പ്രായോഗികമാക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ മുൻകാല വിധികൾ പരിശോധിച്ചാൽ ഭീകരവാദ കേസിൽ ഉൾപ്പെട്ട ഇരട്ട പൗരത്വക്കാരുടെ പൗരത്വം റദ്ദാക്കാനുള്ള പൂർണ്ണ അധികാരം രാജ്യങ്ങൾക്കുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും കുടുംബജീവിതത്തിലുള്ള അവകാശം പോലുള്ള മനുഷ്യാവകാശങ്ങൾ മുൻനിർത്തി ഇത്തരം കേസുകളിൽ കൃത്യമായ പരിശോധനകൾ ആവശ്യമാണ്. സത്യത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ് തോന്നേണ്ടത്. കാരണം നമ്മുടെ രാജ്യം വർഷങ്ങൾക്ക് മുമ്പെടുത്ത ശക്തമായ നിലപാടുകളിലേക്കാണ് ലോകം ഇന്ന് ഒന്നടങ്കം എത്തിച്ചേരുന്നത്. ഭീകരവാദത്തോടും രാജ്യദ്രോഹത്തോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. പൗരത്വ നിയമ ഭേദഗതിയിലൂടെയും കടുത്ത ദേശീയ സുരക്ഷാ നിയമങ്ങളിലൂടെയും ഭാരതം എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം ദീർഘവീക്ഷണമുള്ളതായിരുന്നുവെന്ന് ഈ യൂറോപ്യൻ സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അന്ന് ഇന്ത്യ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ മനുഷ്യാവകാശത്തിൻ്റെ പേരും പറഞ്ഞ് വിലപിച്ച ഇതേ യൂറോപ്യൻ മാധ്യമങ്ങളും ലിബറലുകളും ഇന്ന് സ്വന്തം രാജ്യത്ത് അതിലും കടുത്ത നിയമങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം വ്യക്തമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. രാജ്യത്തോടുള്ള കൂറും ഉത്തരവാദിത്വവും കാണിക്കാത്തവർക്ക്, അവിടുത്തെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവർക്ക് പൗരത്വത്തിന് അർഹതയില്ലെന്ന് ലോകം വൈകിയാണെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സംസ്കാരവും സമാധാനവും പണയം വെക്കുന്ന നയങ്ങൾക്കെതിരെയുള്ള ജനവികാരമാണെന്ന് ആഗോളതലത്തിൽ പ്രതിഫലിക്കുന്നത്. സ്വീഡനിലെ ഈ സംഘടിത കുറ്റകൃത്യങ്ങളുടെ വേരുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ്. വെറുമൊരു തെരുവ് ഗുണ്ടായിസം മാത്രമല്ല ഇത്. സ്വീഡനിലെ ഉദാരമായ ക്ഷേമ പദ്ധതികളെ വഞ്ചിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ മാഫിയകൾ തട്ടിയെടുക്കുന്നത്. വ്യാജ കമ്പനികൾ ഉണ്ടാക്കിയും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ചമച്ചും ഭരണകൂടത്തിൽ നിന്ന് പണം കൈപ്പറ്റി ആ പണം ഉപയോഗിച്ചാണ് ഇവർ ആയുധങ്ങളും മയക്കുമരുന്നും വാങ്ങിക്കൂട്ടുന്നത്. ഇത്തരത്തിലുള്ള സാമ്പത്തിക ഭീകരവാദത്തെ സിസ്റ്റം ഹോട്ട് ആൻഡ് ഡേ എന്ന് വിശേഷിപ്പിക്കാൻ കാരണവും ഇതാണ്. ഒരു രാജ്യത്തിൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് അവിടുത്തെ ജനങ്ങളെ തന്നെ കൊന്നൊടുക്കുന്ന ഈ ഭീകര ശൃംഖലയെ തകർക്കാൻ പൗരത്വം റദ്ദാക്കലല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന് ഭരണകൂടം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വീഡൻ ഈ നിയമം നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുറ്റവാളികളുടെ പുനരധിവാസമാണ്. പൗരത്വം റദ്ദാക്കപ്പെട്ട ഒരു വ്യക്തിയെ മറ്റൊരു രാജ്യം സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ അവനെ സ്വീഡനിൽ തന്നെ തടവിലാക്കേണ്ടി വരും. ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. എങ്കിലും രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും ജനങ്ങളുടെ സമാധാനവും മുൻനിർത്തി ഇത്തരം സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാൻ സ്വീഡിഷ് ജനത തയ്യാറാണ്. വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഈ നിയമനിർമ്മാണം വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. ഈ നിയമനിർമ്മാണം ഉയർത്തുന്ന ഏറ്റവും വലിയ ദാർശനികവും നിയമപരവുമായ ചോദ്യം ഇതാണ്: പൗരത്വം എന്നതൊരു വ്യക്തിയുടെ അലംഘനീയമായ അവകാശമാണോ, അതോ അവൻ രാജ്യത്തോട് കാണിക്കുന്ന കൂറിനുള്ള അംഗീകാരമാണോ? പഴയകാല സ്കാൻഡിനേവിയൻ ചരിത്രം പരിശോധിച്ചാൽ സമൂഹത്തിന് ഭീഷണിയാകുന്ന കുറ്റവാളികളെ നാടുകടത്തുന്ന
ഔട്ട്ലോറി എന്ന ശിക്ഷാരീതി നിലനിന്നിരുന്നു. മരണശിക്ഷയ്ക്ക് തൊട്ടു താഴെയുള്ള ഏറ്റവും കടുത്ത ശിക്ഷയായിരുന്നു ഇത്. സമാനമായ ഒരു ചിന്താഗതിയിലേക്കാണ് ആധുനിക സ്വീഡനും ഇപ്പോൾ തിരിച്ചെത്തുന്നത്. ജനാധിപത്യം എന്നത് കുറ്റവാളികൾക്കും തീവ്രവാദികൾക്കും രാജ്യത്തെ തകർക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ നിയമങ്ങൾ. ഇരട്ട പൗരത്വമുള്ളവർ തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ രാജ്യവുമായുള്ള സാമൂഹിക കരാർ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം വ്യക്തികളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നത് ഭരണകൂടത്തിന്റെ കടമ കൂടിയാണ്. യൂറോപ്പിലെ ഈ മാറ്റങ്ങൾ ആഗോള സുരക്ഷാക്രമത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. കുടിയേറ്റ നയങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര സുരക്ഷാ സഖ്യങ്ങൾ കൂടുതൽ ശക്തമാകും. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സഹകരിക്കാൻ യൂറോപ്പ് കൂടുതൽ താൽപര്യം കാണിക്കും. കാരണം തീവ്രവാദത്തിന്റെ ഇരകൾ എന്ന നിലയിൽ ഇരു വിഭാഗത്തിന്റെയും ശത്രു ഒന്നാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യസുരക്ഷ പണയം വെക്കുന്ന നയങ്ങൾക്കെതിരെയുള്ള ജനവികാരമാണിന്ന് ആഗോളതലത്തിൽ പ്രതിഫലിക്കുന്നത്. സ്വീഡനിലെ പുതിയ നിയമം ലോകത്തിലെ മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾക്കും വലിയൊരു മാതൃകയാണ്. ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞ് രാജ്യദ്രോഹികളെയും കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന കാലം കഴിഞ്ഞുവെന്ന് ഈ നിയമനിർമ്മാണം വ്യക്തമാക്കുന്നു. സ്വീഡനിലെയും യൂറോപ്പിലെയും ഈ മാറ്റങ്ങൾ നമുക്ക് നൽകുന്ന പാഠം വളരെയധികം വലുതാണ്. ജനാധിപത്യവും സ്വാതന്ത്ര്യമൊക്കെ നല്ലതാണ്, പക്ഷേ അത് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വളരാൻ അനുവദിക്കരുത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള ഉദാരമായ കുടിയേറ്റ നയങ്ങൾ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് യൂറോപ്പ് ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. പരസ്യമായ ബാങ്ക് വിളികൾ നിരോധിച്ച ഡെൻമാർക്കിന്റെ നടപടിയും കുറ്റവാളികളുടെ പൗരത്വം റദ്ദാക്കിയിട്ടുള്ള സ്വീഡന്റെ പുതിയ ഭരണഘടനാ ഭേദഗതിയും ലോകത്തിന് നൽകുന്ന സന്ദേശം ഒന്നാണ്: ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന്. നമ്മുടെ ഭാരത സർക്കാർ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയിരുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ എത്രത്തോളം പ്രസക്തമാണെന്ന് ഈ ആഗോള സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർ കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ച കൂടിയാണിത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ കൃത്യമായ വിശകലനങ്ങളുമായി നമുക്ക് മറ്റൊരു വാർത്തയിൽ വീണ്ടും കാണാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.